സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയ പേഴ്സ് ഓഫ് ഇക്വേഷൻ, സമവാക്യ ജോഡികൾ എന്നതിലെ 2 ഇക്വേഷൻസ് എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറയാം. സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 10. 2 സംഖ്യകളുടെ തുക 10. സംഖ്യകൾ ഏവ. 2 സംഖ്യകളുടെ തുക 10, സംഖ്യകൾ ഏവ. അപ്പൊ 1 9 10 2 8 10 3 7 10 4 6 10 5 5 10. അപ്പൊ ഈ സംഖ്യകളില് 2 സംഖ്യകളുടെ തുക 10, സംഖ്യകൾ ഏവ എന്ന് പറഞ്ഞൊരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടും അല്ലെ? കറക്റ്റ് ആയിട്ട്, ആക്യുറേറ്റ് ആയിട്ട് ഒരു ആൻസർ, നമുക്ക് ഒരു ചോദ്യത്തിന് ഒരു മറുപടി, ഒരു ഉത്തരം മാത്രമേ പാടുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ചോദ്യം ശരിയാണോ? ഈ 2 കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്ന സം ഓഫ് 2 നമ്പേഴ്സ്, രണ്ടുപേരും ഒരു കണ്ടീഷനും വന്നിരിക്കുന്നത്. എന്താണ്? രണ്ടുപേരും ഒരു കണ്ടീഷൻ. 2 സംഖ്യകൾ കണ്ടുപിടിക്കണം, അതിന് ഒരു കണ്ടീഷനെ പറയുന്നുള്ളൂ. എന്താണ്? അവയുടെ തുക 10. ഈ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്പർ, കൃത്യമായിട്ടുള്ള സംഖ്യ പറയാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാത്രം പോരാ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടാൻ. വേറെ അതിന്റെ കൂടെ ഡിഫറൻസ് ഈസ് 2. സംഖ്യകൾ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 10 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 2. അവയുടെ സംഖ്യകളുടെ തുക 10ഉം അവയുടെ വ്യത്യാസം 2ഉം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ ഒരു ആൻസറെ കിട്ടും. നോക്കിക്കേ, 4 + 6 is 10, 6 - 4 is 2. ഡിഫറൻസ് 2 വരുന്ന, ഇതെല്ലാം സം 10 ആണ്, പക്ഷെ ഡിഫറൻസ് 2 വരുന്ന വേറെ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ആൻസർ എന്താണ്? 4 and 6 എന്ന ആൻസർ കിട്ടും. ഇതുപോലെ 2 കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് 2 കണ്ടീഷൻ വേണം. അതായത് 2 സംഖ്യകളാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് 2 കണ്ടീഷൻ വേണം. ഇനിയുള്ള ചോദ്യങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. നേരത്തെ നമ്മൾ 2 ചരങ്ങൾ വെച്ചുള്ള ചോദ്യങ്ങൾ ചെയ്തായിരുന്നു. ഇത് നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, അതായത് വ്യത്യസ്തമായ ഒരു സംഖ്യകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തുള്ള ചോദ്യം നമുക്ക് ഈ എക്സാമ്പിൾ ചോദ്യം തന്നെ ഞാൻ വായിക്കാം. പ്രൈസ് ഓഫ് 2 pens, 2 പേനകളുടെ, 2 പേനകള് and 3 notebooks, 3 notebooks. 2 പേനയും 3 നോട്ട്ബുക്കും കൂടി 110. ഇത് രണ്ടും കൂടി 110 രൂപ, ₹110. 2 pens and 3 notebook cost ₹110. Price of 2 pens and 5 notebooks. 2 pens and 5 notebooks. 5 notebooks equals rupees, എത്രയാ പറയുന്നത്? ₹170. അപ്പം 2 പേനയും 3 നോട്ട്ബുക്കും കൂടി 110ഉം 2 പേനയും 5 നോട്ട്ബുക്കും കൂടി 170 ആയാൽ ഓരോന്നിന്റെ വില എത്ര? ഇവിടെ നോക്കിയേ, പേനകൾ തുല്യമാണല്ലേ? 2 പേനയും 3 നോട്ട്ബുക്കും. ഇവിടെ 2 പേനയും 5 നോട്ട്, ഇവിടെ മാത്രം 2 കൂടിയിട്ടുണ്ടല്ലേ? 2 നോട്ട്ബുക്കുകളുടെ വില കൂടിയിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഞാൻ എഴുതിയ ഈ വസ്തുത ഞാൻ കുറച്ചുകൂടി മാറ്റി എഴുതുകയാണ്. 2 pens plus 5 നോട്ട്ബുക്കിനെ ഞാൻ 3 + 2 ആക്കുന്നു. 3 notebooks plus 2 notebooks. 2 notebooks. ഇത് രണ്ടും കൂടി എത്രയാവുന്നു? 5നെ മാറ്റി 3ഉം 2ഉം ആക്കി. അപ്പൊ എത്ര? 170. ഇവിടെ നോക്കിക്കേ, 2 പേനയും 3 നോട്ട്ബുക്കും. 5 നോട്ട്ബുക്കിനെ ഞാൻ എങ്ങനെ എഴുതി? 3 + 2. അപ്പൊ ഇതിന്റെ നമുക്ക് വില അറിയാം അല്ലെ? 2 പേനയും 3 നോട്ട്ബുക്കും കൂടി എത്ര? 110.
അപ്പൊ ഇവിടെ 110 എന്ന് കൊടുക്കാം. പ്ലസ് 2 നോട്ട്ബുക്സ് പ്ലസ് 2 നോട്ട്ബുക്സ് ഈക്വൽസ് 170. 170 എന്ന് കിട്ടും. 110 രൂപയുടെ കൂടെ 2 നോട്ട് ബുക്കും കൂടി ചേരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 170. അങ്ങനെയാണെങ്കിൽ 2 നോട്ട് ബുക്കിന്റെ വില കണ്ടുപിടിച്ചൂടെ? 2 നോട്ട്ബുക്സ് ഈക്വൽസ് എത്ര? 110ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 170 വരിക? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? 170 മൈനസ് 110 എത്ര കിട്ടി? 60 എന്ന് കിട്ടി. അപ്പൊ 2 നോട്ട് ബുക്കിന് 60 ആണെങ്കിൽ 1 നോട്ട് ബുക്കിന് എത്രയായിരിക്കും? 60/2 30. Therefore 1 notebook equals 60/2. നമുക്ക് അപ്പുറത്തോട്ട് എഴുതാം. അപ്പോഴ് 1 നോട്ട് ബുക്ക് എത്രയായിരിക്കും? 2 നോട്ട് ബുക്ക് 60 ആണെങ്കിൽ 1 നോട്ട് ബുക്ക്. Therefore 1 notebook equals 60/2 equals 30. അപ്പൊ 1 നോട്ട് ബുക്കിന്റെ വില നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് പേനയുടെയും കൂടെ വില കണ്ടുപിടിച്ചൂടെ? ഇതിൻ്റെ അകത്ത് കൊടുക്കാം അല്ലെ? ഇനിയിപ്പോ ഇതൊക്കെ നമ്മൾ എക്സും വൈയും ചേർത്ത് ചെയ്യാൻ പോവാണ്. 2 പേന, 2 പെൻസ് പ്ലസ് 3 നോട്ട്ബുക്ക് ഈക്വൽസ് 110. 1 നോട്ട് ബുക്കിന് 30. അപ്പൊ 3 നോട്ട് ബുക്കിന് എത്ര? 2 പെൻസ് പ്ലസ് 3 ഇൻറ്റു 1 നോട്ട് ബുക്കിന് 30, 3 നോട്ട് ബുക്കിന് 3 ഇൻറ്റു 30 ഈക്വൽസ് 110. 2 പെൻസ് പ്ലസ് 3 ഇൻറ്റു 30 എത്ര വരും? 90 വരും അല്ലേ? ഈക്വൽസ് 110. അപ്പൊ 2 പെൻസിന്റെ കൂടെ 90 ആഡ് ചെയ്തപ്പോഴാണ് 110 കിട്ടിയല്ലേ? കൂട്ടിയപ്പോൾ 110 കിട്ടിയെങ്കിൽ 2 പേനയുടെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? 110 90 കുറച്ചാൽ മതി. 2 pence equals 110 minus 90 equals 20. 2 pence 20. Therefore 1 pen. 1 pen equals 20/2 equals 10. അപ്പൊ നമുക്ക് നോട്ട് ബുക്കിന്റെയും വില കിട്ടി, പേനയുടെയും വില കിട്ടി. ഉണ്ടോ? ഈ ചോദ്യം നമ്മൾ എക്സും വൈയും ആയിട്ട് എടുത്ത് ചെയ്യും. നേരത്തെ ചെയ്ത ചോദ്യം തന്നെ എക്സും വൈയിട്ട് ചെയ്ത് കാണിച്ചു തരാം. ലെറ്റ് ദ കോസ്റ്റ് ഓഫ് 1 pen be rupees X and that of 1 notebook be rupees Y. പിന്നെ ചോദ്യത്തില് പറഞ്ഞിരിക്കുന്ന എന്താണ്? 2 പേനയും 3 നോട്ട് ബുക്കും കൂടി 110 രൂപ അല്ലെ? 1 പേന എക്സ് ആണ്, 2 പേന എത്ര? 2x. ഞാൻ സ്റ്റെപ്പായിട്ട് എഴുതി കാണിച്ചു തരാം. Therefore cost of 2 pence equals 2 into x, that is 2x. മനസ്സിലായല്ലോ? 1 പേനയ്ക്ക് എക്സ് ആണെങ്കിൽ 2 പേനയ്ക്ക് 2 into x 2x. പിന്നെ 1 നോട്ട് ബുക്കിന് y. കോസ്റ്റ് ഓഫ് എത്ര നോട്ട് ബുക്കാണ് പറയുന്നത്? 3 നോട്ട് ബുക്ക്. 3 നോട്ട് ബുക്സ് ഈക്വൽ ഒരെണ്ണം y ആണെങ്കിൽ 3 എണ്ണത്തിന് 3 into y, 3 into y ഈക്വൽസ് 3y. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് 110 രൂപ. Therefore we can write the equation. Equation എന്ത് എഴുതാം? 2x plus 3y equals 110. Equation number 1. അതുപോലെ
അടുത്ത കണ്ടീഷൻ എന്താണ് പറയുന്നത്? കോസ്റ്റ് ഓഫ് 2 pence 2x എന്ന് കോസ്റ്റ് ഓഫ് 5 notebooks. Therefore, cost of 5 notebooks. പേനയ്ക്ക് മാറ്റമില്ല. Equals 5 into y equals 5. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എഴുതിക്കൂടെ? കോസ്റ്റ് ഓഫ് 2 pence and 5 notebooks. അതായത് 2x plus 5y equals 117. 170 രൂപ. 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനും കൂടെ 170 രൂപ. അപ്പൊ ഇവിടെ എത്ര രൂപ കൂടിയിട്ടുണ്ട്? 60 രൂപ കൂടി. ഇവിടെ വ്യത്യാസം, ഇതിന് രണ്ടിനും വ്യത്യാസമില്ല. ഇവിടെ നോട്ട്ബുക്കിന് മാത്രം വ്യത്യാസം. അപ്പൊ 2 നോട്ട് ബുക്കിന് അവിടെ നിന്ന് 60 കിട്ടും. അപ്പൊ ഒരു നോട്ട് ബുക്കിന് എത്ര? 60/2 30 കിട്ടും. അങ്ങനെ നമുക്ക് പേനയുടെ വിലയും കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അപ്പം ഇവിടെ വ്യത്യാസം എന്താണ്? ഇൻക്രീസ് എന്തിന്റെ വ്യത്യാസമേ ഉള്ളൂ? ഇൻക്രീസ് is the price of 2 notebooks equals 170 minus 110. എത്ര വരും? 60 എന്ന് വരും അല്ലേ? Therefore equals 60. അപ്പൊ ഇൻക്രീസ് എത്ര? ഇൻക്രീസ് ഈസ് 60 rupees. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പൊ 2 നോട്ട് ബുക്കിന് 60 രൂപ. അപ്പൊ ഒരു നോട്ട് ബുക്കിന് എത്ര? അപ്പൊ ഇവിടെ ഇൻക്രീസ് വരുന്നത് നോട്ട്ബുക്കിലാണ് അല്ലേ? ഫോർ 2y. ഇവിടെ അല്ലേ വ്യത്യാസം? 2y equals 60. Therefore y is equal to 60/2 equals 30. അപ്പം 2 നോട്ട് ബുക്കിനും കൂടി 60 രൂപ ആയാൽ ഒരു നോട്ട് ബുക്കിന് 30 രൂപ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി പേനയുടെ വില കണ്ടുപിടിച്ചൂടെ? 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടെ 110. അപ്പം ഒരു നോട്ട് ബുക്കിന് 30 ആണെങ്കിൽ 3 നോട്ട് ബുക്കിന് എത്ര? 3 into 30 എത്ര കിട്ടും? 90 കിട്ടും. അങ്ങനെയാണെങ്കിൽ പേനയുടെ വില കണ്ടുപിടിച്ചൂടെ? നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം പ്രൈസ് ഓഫ് 2 pence പ്ലസ് 3 നോട്ട്ബുക്ക്. ഒരു നോട്ട്ബുക്കിന് 30. 3 into 30 equals 110. അപ്പൊ ഇനി നമുക്ക് 2 പേനയുടെ വില കിട്ടും. പ്രൈസ് ഓഫ് 2 pence പ്ലസ് 90. അത് എഴുതാം നമുക്ക്. പ്രൈസ് ഓഫ് 2 pence പ്ലസ് 90 ഈക്വൽസ് 110. പ്രൈസ് ഓഫ് 2 pence 110 90 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20. 2 പേനയ്ക്ക് 20 രൂപയാണെങ്കിൽ ഒരു പേന. പ്രൈസ് ഓഫ് therefore price of 1 pen 20/2 equals 10 എന്ന്. അങ്ങനെ നമുക്ക് പേനയുടെയും നോട്ട്ബുക്കിന്റെയും വില കിട്ടി. പേനയ്ക്ക് 10 രൂപയും നോട്ട്ബുക്കിന് 30 രൂപയും. ഓക്കെ, ഇതുപോലെ നമുക്ക് വേറൊരു ചോദ്യം ചെയ്യാം. ഈ ചോദ്യം നോക്കിക്കേ. The price of 3 pencils and 4 pens is rupees 66 rupees. And the price of 6 pencils and 3 pens is 72 rupees. What is the price of each? ഇതിന്റെ അകത്ത് ചോദ്യത്തിൽ എന്താണ്? 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപ. രണ്ടാമത് വന്നിരിക്കുന്ന 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടി 72 രൂപ. വാട്ട്സ് ദ പ്രൈസ് ഓഫ് ഈച്ച്? അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും വില എത്ര? അപ്പൊ നേരത്തെ എടുത്ത കണക്ക് എക്സ് എടുക്കാം, വൈ എടുക്കാം. പെൻസിലിന് ഒരു പെൻസിലിന് എക്സ് എന്നും ഒരു പേനയ്ക്ക്
y എന്ന് എടുക്കാം. Let the cost of one pencil be rupees X and that of pen B. That of one pen be rupees Y. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് ഇക്വേഷൻ എഴുതാം. According to the given information, നമുക്ക് എന്തൊക്കെ എഴുതാം, എങ്ങനെ എഴുതാം ഇക്വേഷൻ? ഇക്വേഷൻ ഈസ്, അതായത് 3 പെൻസിൽ, ഒരു പെൻസിലിന് എക്സ്, അങ്ങനെയാണെങ്കിൽ 3 പെൻസിലിന് 3 into x 3x പ്ലസ് 4 പേനയ്ക്കും കൂടി 66, ഒരു പേനയ്ക്ക് y, അങ്ങനെയാണെങ്കിൽ 4 പേനയ്ക്ക് 4y 4y ഈക്വൽ 66. ഇക്വേഷൻ 1. ഇതുപോലെ രണ്ടാമത്തെ ഇക്വേഷനും എഴുതാം. ഒരു പെൻസിലിന് എക്സ്, 6 പെൻസിലിന് 6x, 3 പേന, ഇവിടെ ഒരു പേനയ്ക്ക് y, 3 പേനയ്ക്ക് 3y ഈക്വൽ 72. ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നോക്കിക്കേ, എക്സും വൈയും ഈക്വൽ അല്ല. നേരത്തെ കണക്കില് 2x ആയിരുന്നു. ഇപ്പൊ നോക്കിക്കേ 3ഉം 6ഉം, ഇവിടെ 4ഉം 3, എക്സും വൈയും ഈക്വൽ അല്ല. അപ്പം 3xും 6xും y ആണെങ്കിൽ 4yയും 3y. അപ്പം നമുക്ക് ഒന്നുകില് എക്സിന്റെ എണ്ണം ഈക്വൽ ആക്കണം, അല്ലെങ്കിൽ y ഉണ്ട്. അപ്പൊ 3യെ 6 ആക്കാനല്ലേ എളുപ്പം. 3യെ 6 ആക്കണം, എന്ത് ചെയ്താൽ മതി? എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് രണ്ടും ഈക്വലൈസ് ചെയ്യാം. ഈക്വലൈസിങ് ദ വേരിയബിൾസ് 1 into 2. ഫസ്റ്റ് ഇക്വേഷന് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 2 6x, 2 into 4 8y. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മൾട്ടിപ്ലൈ. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. 2 into 3x plus 4y equal 66. അപ്പോൾ എത്ര കിട്ടും? 6x plus 2 into 4 8y equal 66 into 2 കിട്ടും 132 എന്ന് കിട്ടും. നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് 3 എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഇനി നോക്കിക്കേ, രണ്ടിടത്തെയും എക്സ് ഈക്വൽ ആയി, 6x. ഇനി നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ ആൻസർ എളുപ്പത്തിൽ കിട്ടും. നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ എഴുതാം. രണ്ടാമത്തെ ഇക്വേഷൻ 6x പ്ലസ് എത്രയായിരുന്നു? 3y ഈക്വൽ 72. നമ്മൾ രണ്ടെന്ന പേര് കൊടുത്തത്. പിന്നെ ഒന്നാമത്തത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയത് താഴെ എഴുതുന്ന 3 എന്ന്. 6x പ്ലസ് 8y ഈക്വൽസ് 132. ഇനി ഇത് രണ്ടുമാണ് സോൾവ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. നോക്കിക്കേ, 6x, ഇത് എലിമിനേഷൻ മെത്തേഡാണ്. ഇത് കുറയ്ക്കുമ്പം 6xും കട്ട് ചെയ്ത് പോകും, നമുക്ക് y മാത്രം കിട്ടും. നോക്കിക്കേ, 2 minus 3. അപ്പം രണ്ട് രീതിയിൽ സബ്ട്രാക്ഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ മെത്തേഡ് ആൻഡ് വെർട്ടിക്കൽ മെത്തേഡ്. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ മെത്തേഡിൽ ചെയ്യാം. 6x പ്ലസ് 3y മൈനസ് ഇത് രണ്ടാമത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 6x പ്ലസ് 8y ഈക്വൽസ് 72 മൈനസ് 132. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 6x പ്ലസ് 3y മൈനസ് ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 6x മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 8y ഈക്വൽസ് 72 മൈനസ് 132. അതായത് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുക, കുറച്ചിട്ട് നെഗറ്റീവ് സൈൻ ഇടുക.
അപ്പൊ എത്ര കിട്ടും? 60 കിട്ടും അല്ലേ? -60. ഇവിടെ +6x -6x ക്യാൻസൽ ആവും. 3y - 8y എത്ര കിട്ടും? -5y ഈക്വൽ -60. ഇപ്പൊ രണ്ടിടത്തും നെഗറ്റീവ് ഉണ്ടല്ലേ, അത് കട്ട് ചെയ്ത് പോകും. y is equal to -60 divided by -5 equals 12. നമുക്ക് വൈയുടെ വില കിട്ടി 12 കിട്ടി. y is equal to 12. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? x കിട്ടും. ഈ ഇതിൽ തന്നെ ആയിക്കോട്ടെ. 6x + 3y = 72. അതിൽ ഞാൻ കൊടുക്കാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് value of y in equation 2. ഏത് ഇക്വേഷൻ വേണേൽ നമുക്ക് കൊടുക്കാം. 6x + 3 × 12 yക്ക് പകരം 12 കൊടുക്കും ഈക്വൽസ് 72. 6x + 12 3 36 ഈക്വൽസ് 72. 6x + 36 ഈക്വൽസ് 72. അപ്പോൾ 6x ഈക്വൽസ് ഇതാണ്. 36ന് അപ്പുറത്തുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. 72 - 36 ഈക്വൽസ് 36. 6x 36 ആണെങ്കിൽ x എത്ര? 36/6. x is equal to പ്രത്യേകം x is equal to 36/6 equals 6. അപ്പൊ നമുക്ക് എക്സും വൈയും ആയില്ലേ? x 6 എന്നും y 12 എന്നും കിട്ടി. അപ്പൊ നമ്മൾ x എന്തായിട്ടാ എടുത്തത്? x നമ്മള് പെൻസിലാണ് എടുത്തല്ലേ? പെൻസിൽ x ആയിട്ടും പേന നമ്മള് y ആയിട്ടും എടുത്തു. Therefore cost of 1 pencil equals ₹6. Cost of 1 pen equals ₹12. നമുക്ക് രണ്ടിന്റെ ആൻസർ ആയി. പെൻസിലിന് 6 രൂപയും പേനയ്ക്ക് 12 രൂപയും ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, പേജ് 14 ഒന്നാമത്തെ ചോദ്യം. The price of 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencils is 111 rupees. What's the price of pen? The price of a pencil. ചോദ്യം മനസ്സിലാക്കണമല്ലോ. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപ. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ. അങ്ങനെ ആയാൽ പേനയുടെ വില എത്ര? പെൻസിലിന്റെ വില എത്ര? നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എക്സും വൈ ഇട്ട് ചെയ്യാം. Let the cost of one pen be ₹x and that of one pencil be ₹y. According to the given information, we can write equation എഴുതാം അല്ലേ? 4 പേന, ഒരു പേന x, 4 പേന 4x, 4x പ്ലസ് ഒരു പെൻസിൽ y, 3 പെൻസിൽ 3y, 66. ഇക്വേഷൻ നമ്പർ. രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ. 7 പേന, ഒരു പേന x, 7 പേന 7x, മൾട്ടിപ്ലൈ ആണ്. 3 പെൻസിൽ, ഒരു പെൻസിൽ y, 3 പെൻസിൽ 3 × y 3y ഈക്വൽസ്
111. ഇക്വേഷൻ ഇവിടെ നോക്കിക്കേ, രണ്ടിലും y ഈക്വൽ ആണ് അല്ലേ? അപ്പം ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞാല് എക്സ് തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പൊ നേരത്തതാണെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 1 - 2. 4x + 3y മൈനസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യണ്ട. കാര്യം എന്താണ്? y ഈക്വൽ ആയതുകൊണ്ട്. നേരത്തെ രണ്ടാമത്തെ ചോദ്യത്തില് എക്സും വൈയും ഈക്വൽ അല്ലാതിരുന്നോണ്ട് നമ്മൾ ഈക്വലൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വേരിയബിൾ എക്സ് അല്ലെങ്കിൽ വൈ ഏതെങ്കിലും ഒരു വേരിയബിൾ ഈക്വലൈസ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. 7x + 3y = 66 - 111. Open the bracket. 4x + 3y മൈനസ് നമുക്ക് അപ്പുറത്തോട്ടെ 4x + 3y open the bracket minus 7x minus into plus minus 3y equals 66 minus 111. എത്ര വരും? 111 66 കുറയ്ക്കണം അല്ലേ? 5 4 45 minus 45. നെഗറ്റീവ് സൈൻ ഇടണം. എന്തുകൊണ്ടാ? ചെറുതീന്ന് വലുത് കുറയ്ക്കുന്നുണ്ട്. ഇവിടെ എക്സ് അല്ല y ആണ് ഈക്വൽ ആയിട്ടുള്ളത്. 4x - 3 y കട്ട് ചെയ്യുമ്പോൾ ബാക്കി എക്സ് ആണുള്ളത്. 4x - 7x - 3x equals -45. Therefore x is equal to -45 by -3 equals 15 എന്ന് കിട്ടും. എക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി y കണ്ടുപിടിച്ചൂടെ? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കാം. (4x + 3y = 66). അതിൻ്റെ അകത്ത് ഞാൻ കൊടുക്കാൻ പോവാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് വാല്യൂ ഓഫ് x is equal to 15 in this equation. ഇതല്ലേ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ 4 × 15 + 3y = 66. 4 × 15 എത്ര വരും? 15 4 60. 3y 66. Therefore 3y equals എന്ത് ചെയ്യണം? ഈ 60 അപ്പുറത്ത് കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. 66 - 60 is 6. 3y 6 ആണെങ്കിൽ y എത്ര? 6 / 3 equals നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. നമുക്ക് എക്സ് എന്തായിട്ടാണ് എടുത്തത്? നമ്മുടെ ചോദ്യത്തിൽ എന്തായിരുന്നു? എക്സ് 15. അതായത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് പേനയാണ്. പേനയ്ക്ക് 15 രൂപയും പെൻസിലിന് 2 രൂപയും. നമുക്ക് അങ്ങോട്ട് എഴുതാം. Therefore cost of 1 pen equals ₹15. Cost of 1 pencil equals ₹2. അപ്പം പേനയ്ക്ക് 15 രൂപയും പെൻസിലിന് 2 രൂപയും. പെൻസിലിന്റെ കാണാൻ കഴിയാത്തതുകൊണ്ട് അപ്പുറത്തോട്ട് എഴുതാം. കോസ്റ്റ് ഓഫ് പെൻസിൽ ഈക്വൽസ് ₹2. മനസ്സിലായോ? കോസ്റ്റ് ഓഫ് പെൻസിൽ ₹2. കോസ്റ്റ് ഓഫ് 1 പെൻ ₹15. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം. The perimeter of a rectangle is 26 centimeter. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeters. What are the length and breadth of the first rectangle? അപ്പം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ? 2 ലെങ്തും ലെങ്ത് ബ്രെഡ്ത്ത് 2 ലെങ്ത് 2 ബ്രെഡ്ത്തും ചേരുന്നതാണ് പെരിമീറ്റർ. അപ്പൊ നമുക്ക് ലെങ്തിന് എക്സ് എന്നും ബ്രെഡ്ത്തിന് വൈ എന്നും കൊടുക്കാം. Let the length be
x and that of breadth b y. But 2 into length x plus y. 2 into length plus breadth is equal to 26. Perimeter of a rectangle. But 2 into x plus y 26 ആകുമ്പോൾ ഒരു x plus y എത്ര ആയിരിക്കും? 26 by 2 equals 13. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. x plus y is equal to 13. ഇനി പറയുന്നത് എന്താണ്? രണ്ടാമതൊരു റെക്റ്റാങ്കിൾ, വേറൊരു റെക്റ്റാങ്കിളില് ട്വൈസ് ദ ലെങ്തിന്റെ 2 മടങ്ങും ബ്രെഡ്ത്തിന്റെ ത്രൈസ് ദ ബ്രെഡ്ത്തിന്റെ 3 മടങ്ങും ചേരുമ്പോൾ പെരിമീറ്റർ ചുറ്റളവ് 62 സെന്റിമീറ്റേഴ്സ് കിട്ടുവാണെങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും കണക്കാക്കുക. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് എഴുതാം നമുക്ക്? 2 into L plus B ആണ് പെരിമീറ്റർ. പക്ഷെ ലെങ്ത് എത്ര? ആദ്യത്തെ ടോയ്സ്, അപ്പം 2x. ബ്രെഡ്ത്ത് എത്ര? ത്രൈസ് 3 മടങ്ങ് 3y. പെരിമീറ്റർ എത്ര? 62. ഇപ്പം 2 into 2x plus 3y equal 62. അങ്ങനെയാണെങ്കിൽ 2x plus 3y കാണാൻ എന്ത് ചെയ്യണം? 62നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2x plus 3y is equal to 62 by 2. That is 2x plus 3y is equal to 31. Equation number 2. നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷനും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? എക്സിന്റെയും വൈയുടെയും വില കിട്ടും. 2 ഇക്വേഷനും എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ രണ്ടിലെയും എക്സ് ഈക്വൽ അല്ല. ഇവിടെ 1x ഇവിടെ 2x. y ആണെങ്കിൽ 1y 3y. നമുക്ക് ഒന്നുകിൽ എക്സിനെ അല്ലെങ്കിൽ y ഈക്വൽ ആക്കണം. എക്സിനെ ഈക്വൽ ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. y ഈക്വൽ ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2x പ്ലസ് 2y ഈക്വൽ 13 to 26. രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇതിന് ഞാൻ 3 എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ എഴുതുന്നു താഴെ. നമ്മൾ എലിമിനേറ്റ് ചെയ്യുമോ? എക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ. രണ്ടും പോസിറ്റീവ് സൈൻ. പോസിറ്റീവ് സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, കൂട്ടണം. ഇപ്പൊ 2x പ്ലസ് ഞാൻ 3 - 2 കൊടുക്കുന്നത്. മുകളിലുള്ളത് താഴെയുള്ളത് 2y മൈനസ് 2x പ്ലസ് 3y ഈക്വൽസ് 26 മൈനസ് 31. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 2x പ്ലസ് 2y മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 2x മൈനസ് പ്ലസ് മൈനസ് 3y ഈക്വൽ 26 31 പോയാൽ മൈനസ് 5. ഇവിടെ പ്ലസ് 2x മൈനസ് 2x ക്യാൻസൽ ആണ്. 2y മൈനസ് 3y കിട്ടും മൈനസ് 5 എന്ന് കിട്ടും അല്ലേ? ചെറുതീന്ന് വലുത് കുറയ്ക്കുമ്പോൾ കുറച്ചിട്ട് നെഗറ്റീവ് സൈൻ ഇടും. മൈനസ് 5. ഇപ്പൊ രണ്ടിടത്ത് നെഗറ്റീവ് കട്ട് ചെയ്തും y ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇതിന്ന് ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ഇപ്പുറത്തെ എക്സ് കിട്ടത്തില്ലേ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 13. y എത്ര? 5. എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 13. അപ്പൊ എക്സ് എത്ര? പുറത്തോട്ട് എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു 13 മൈനസ് 5 ഈക്വൽ 8. അപ്പൊ നമുക്ക് എക്സും വൈയും ആയില്ലേ? എന്താണ്? എക്സും വൈയും കിട്ടി. നമ്മള് ലെങ്തും ബ്രെഡ്ത്തും ആണ് എക്സും വൈ ആയിട്ട് എടുത്തത്. എക്സ് ലെങ്ത്, വൈ ബ്രെഡ്ത്ത്. Therefore length is equal to 8 centimeter, breadth is equal to 5 centimeter. കിട്ടിയില്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ 13. അതിന്റെ ഇരട്ടി, അതായത് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 into L plus B. L plus B
8 5 13. 13 ഗുണം 2 26. ശരിയായിട്ട് വരുന്നില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എക്സസൈസിലെ 2 ചോദ്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ പഠിച്ച എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത പോർഷനുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.